ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ജൂൺ മാസം 4-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ മാസം 6-ാം തീയതിയും 7-ാം തീയതിയൊക്കെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു കന്നഡ മൂവിയാണ്. കന്നഡ മൂവിയുടെ മലയാളം ഡബ്ബാണ്. ആചാർ ആൻഡ് കോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അച്ചാർ ആൻഡ് കോ എന്നാണെന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അച്ചാർ ആൻഡ് കോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ മൂവിയാണ്. ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഏഷ്യാനെറ്റിൽ സ്ട്രീം ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ HD TV റിപ്പ് അവൈലബിൾ ആണ്, സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തമിഴ് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. 2022 റിലീസ് ചെയ്ത ഒരു കോമഡി ഹൊറർ മൂവിയായിരുന്നു ഓ മൈ ഗോസ്റ്റ് എന്ന സിനിമ. OMG എന്ന് പറഞ്ഞ സിനിമ. യോഗി ബാബു അതുപോലെ സണ്ണി ലിയോണൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയാണ്. ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പോൾ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് സിനിമകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് പിന്നെ ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തിയേറ്ററിൽ ഒരു വമ്പൻ ഫ്ലോപ്പായി മാറിയ സിനിമയാണ്. നമ്മുടെ പൃഥ്വിരാജ് വില്ലവേഷത്തിൽ വന്ന സിനിമയായിരുന്നു. അക്ഷയ് കുമാർ, ടൈഗർ ഷ്രോഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജൂൺ മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സിനിമയാണ് 6-ാം തീയതി റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇനിയിപ്പോൾ 7-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഹൈറാർക്കി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസ് പിന്നെ നെറ്റ്ഫ്ലിക്സ് വഴി ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മൾട്ടി ലാംഗ്വേജിൽ പ്രതീക്ഷിക്കാവുന്നതാണ് റിലീസ് ചെയ്യുന്ന സമയത്ത്. അടുത്തൊരു മലയാള സിനിമയാണ്. അക്കുവിൻ്റെ പടച്ചോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മമ്മൂക്ക, വിനോദ് കൗർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. 7-ാം തീയതിയാണ് ഈ ഒരു സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി ക്രൈം ത്രില്ലർ ഭാഗത്തുപ്പെടുത്തുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഹിറ്റ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സീരീസാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ഗുല്ലക്ക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ 4-ാമത്തെ സീസണാണ്. സോണി ലീവ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളിലായിട്ട് ഈ മാസം 7-ാം തീയതി ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ബൂമർ അങ്കിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തമിഴ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഒരു കോമഡി ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബ്ലാക്ക് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ജൂൺ മാസം 7-ാം തീയതി സോണി ലീവ് വഴി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളിൽ നമുക്ക് ഈ സിനിമ ആസ്വദിക്കാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. അരൺമനെ 4 എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരു കോമഡി ഹൊറർ മൂവിയാണ്. നമ്മുടെ തമന്ന, അതുപോലെ തന്നെ റാഷി ഖന്ന, സുന്ദർ സി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു അരൺമനെ 4 എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയാണ്. ഏകദേശം 100 കോടിക്ക് അടുത്ത് തന്നെ കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. ഇപ്പോൾ Disney+ ഹോട്ട്സ്റ്റാർ അതുപോലെ സിംപ്ലി സൗത്ത് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിംപ്ലി സൗത്തിൽ ഇപ്പോൾ ഓൾറെഡി കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. 7-ാം തീയതി നമുക്ക് ഈ സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. 7-ാം തീയതി വന്നിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ നമ്മൾ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്. ആ സിനിമകളുടെ ഒക്കെ പിന്നെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, ഡേറ്റ് കാര്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നോക്കാം. ഒന്നാമത്തെ സിനിമ നമ്മുടെ നിവിൻ പോളി പ്രധാന വേഷം കൈകാര്യം ചെയ്ത രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ പലരും കമന്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്ന് റിലീസ് ചെയ്യും, ആര് OTT
ഏത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോണി ലീവ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി എന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല ഈ ഒരു സിനിമ സോണി ലീവ് സ്വന്തമാക്കി എന്നുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ സോണി ലീവിൽ റിലീസ് ചെയ്തതിന് ശേഷം മാത്രം ആയിരിക്കും രാമചന്ദ്ര ബോസ് ആൻഡ് കോ റിലീസ് ചെയ്യുക, സോണി ലീവ് റിലീസ് ചെയ്യുക. അടുത്ത ജൂലൈ മാസത്തിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നാദിർ ഷാ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമാക്സ് ആണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂലൈ മാസത്തിന് ശേഷം മാത്രമേ ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാവുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ പിന്നെ ഇന്ദ്രജിത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ പരാജയം നേരിട്ട സിനിമയായിരുന്നു മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള മനോരമാക്സ് അതുപോലെ തന്നെ ആമസോൺ പ്രൈം എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് പിന്നെ നമ്മുടെ പിന്നെ ആസിഫ് അലി അതുപോലെ തന്നെ ബിജുമേനൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ജിസ്ജോയ് സംവിധാനം ചെയ്ത തലവൻ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഹിറ്റ് ചാർട്ട്സിലാണ് ഇപ്പോൾ ഈ സിനിമ. അപ്പോൾ ജൂലൈ ലാസ്റ്റ് വീക്ക് ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് അൽത്താഫ് അതുപോലെ തന്നെ അനാർക്കലി മരിക്കാറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം അതുപോലെ തന്നെ മനോരമാക്സ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗസ്റ്റ് മാസം മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളും പിന്നെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. മന്ദാകിനി, രാമചന്ദ്ര ബോസ് ആൻഡ് കോ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, തലവൻ, മാരിവില്യൻ ഗോപുരങ്ങൾ. അപ്പോൾ ഈ ഇത്രയും സിനിമകളാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ കളക്ഷൻ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിയർ ചൈൽഡ് എന്ന സീരീസിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളൊക്കെ പിന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും